ഫൈൻഡ് മൈ ഹോസ്റ്റൽ എന്നത് നമ്മൾ ചൂസ് ചെയ്യാൻ തന്നെ കാരണം അവരുടെ ക്വാളിറ്റി ആയിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഡയറക്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരുന്ന ഒരു കാര്യമാണ്. പ്രൊവൈഡ് ചെയ്യാൻ ഫൈൻഡ് മൈ ഹോസ്റ്റൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് സുബോധ്. ഞാൻ കൊച്ചി എലാൻസിന്റെ സെന്റർ ഹെഡ് ആണ്. ആസ് യു നോ, എലാൻസ് ഒരു എഡ്യൂക്കേഷണൽ ഫേം ആണ്. അപ്പോൾ കേരളത്തിന്റെ പല സ്ഥലത്തു നിന്നും സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് വരുന്നുണ്ട് പഠിക്കാൻ. അപ്പോൾ കൊച്ചിക്ക് പുറത്തുള്ള ആൾക്കാർ വരുന്ന സമയത്ത് അവർ ആദ്യം ശ്രദ്ധിക്കുക നമ്മുടെ എലാൻസിന്റെ ഫെസിലിറ്റീസും കാര്യങ്ങൾക്കൊപ്പം തന്നെ അവർക്ക് സ്റ്റേ ചെയ്യാനൊരു ഹോസ്റ്റലിന്റെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഫൈൻഡ് മൈ ഹോസ്റ്റൽ എന്നത് നമ്മൾ ചൂസ് ചെയ്യാൻ തന്നെ കാരണം അവരുടെ ക്വാളിറ്റി ആയിരുന്നു. സോ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടുന്ന എല്ലാ ക്വാളിറ്റീസും പ്രൊവൈഡ് ചെയ്യാൻ ഫൈൻഡ് മൈ ഹോസ്റ്റൽ തയ്യാറായിരുന്നു. ആൻഡ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ടീമാണെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സ്റ്റുഡൻസിൻ്റെ ഫുഡാണെങ്കിലും അവർ സ്റ്റേ ചെയ്യുന്ന അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിലും എവറിത്തിങ് വാസ് ഗുഡ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലത്തു നിന്ന് വരുന്ന സ്റ്റുഡൻസിന് ഒരു അക്കോമഡേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്ക് അക്കോമഡേഷൻ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പലയിടത്തും പല റേറ്റിൽ പല ഫെസിലിറ്റിയിലും നമുക്ക് അക്കോമഡേഷൻസ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഫൈൻഡ് മൈ ഹോസ്റ്റലിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന റൂംസിനാണെങ്കിലും അവരുടെ സർവീസസിനാണെങ്കിലും ഫുഡ് വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ടോപ്പ് നോച്ചിലായിരിക്കും. ഓൾസോ നമ്മൾക്ക് ഒരു ബഡ്ജറ്റ് ഓബ്വിയസ്ലി ഉണ്ടാവും. പല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അവരുടെ ബഡ്ജറ്റിന് ചേരുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അഫോർഡബിൾ ആയിട്ട് ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഫൈൻഡ് മൈ ഹോസ്റ്റൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വാസ് ദ മെയിൻ തിങ് വിച്ച് അട്രാക്റ്റഡ് അസ് ആസ് വെൽ ആസ് ഞാൻ പേഴ്സണലി ഫൈൻഡ് മൈ ഹോസ്റ്റലായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 7 to 8 months ആവുന്നുണ്ട്. സോ എവറി ഡേ നമുക്ക് സ്റ്റുഡൻസ് ഉള്ള എല്ലാ സമയത്തും നമുക്ക് വൺ വേ ഓർ ദ അതർ നമ്മൾ മാനേജ്മെന്റ് എലാൻസും ഫൈൻഡ് മൈ ഹോസ്റ്റലിന്റെ മാനേജ്മെന്റുമായിട്ട് വി ആർ ക്ലോസ്ലി കണക്റ്റഡ് വൺ വേ ഓർ ദ അതർ. അപ്പോൾ ഓരോ കാര്യങ്ങളും, അതിപ്പോൾ ഒരു ഇഷ്യൂ ആണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൺസേൺ ആണെങ്കിലോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾക്ക് ഈസിലി അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം തന്നെ ഫൈൻഡ് മൈ ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഫേമിനുണ്ട്. ആൻഡ് ദാറ്റ് വാസ് വെരി കൺവീനിയൻറ്റ് ഫോർ അസ് ആസ് എ ടീം. ബിക്കോസ് ഇപ്പോൾ ഒരു കൺസേൺ ആയിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി കാണുന്നത് അത് അവരുടെ മാനേജറോട് പറയുക അല്ലെങ്കിൽ അവർ അവിടുന്ന് വേറെ എസ്കലേറ്റ് ചെയ്ത് മറ്റൊരിടത്തേക്ക് പോകുക എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ എനിക്ക് ഡയറക്റ്റ്ലി എനിക്കൊരാളെ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഡയറക്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു എസ്കലേഷൻ ഇതുവരെ എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. സോ ഫാർ ദ എക്സ്പീരിയൻസ് ഇസ് സോ ഗുഡ്.